ഓക്കെ, ഇപ്പോൾ ടൈം ആൻഡ് വർക്കുമായി ബേസ് ചെയ്തിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഡു എ സർട്ടൈൻ വർക്ക് ദ റേഷ്യോ ഓഫ് ദ എഫിഷ്യൻസീസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് 5:4. വർക്കിംഗ് ടുഗദർ they can complete the same work in 10 days. Y alone starts the work and leaves after 5 days. The remaining work will be completed by X alone in option A 12 days, option B 14 days, option C 10 days and option D 15 days. ഓക്കെ, അപ്പോൾ ഇതും ഒരു എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പറഞ്ഞിട്ടുള്ള എന്താണ്? ടു ഡു എ സർട്ടൈൻ വർക്ക് ദ റേഷ്യോ ഓഫ് ദ എഫിഷ്യൻസീസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് 5:4. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിനുള്ള എക്സ് വൈ എന്നീ രണ്ട് വ്യക്തികളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അപ്പോൾ എഫിഷ്യൻസി നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എക്സ് വൈയുടേത് 5:4. വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 10 days. ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തിയും വൈ എന്ന് പറയുന്ന വ്യക്തിയും ഒരുമിച്ചാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ 10 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആകും. അടുത്ത പറഞ്ഞിട്ടുള്ളത് വൈ എലോൺ സ്റ്റാർട്ട്സ് ദ വർക്ക് ആൻഡ് ലീവ്സ് ആഫ്റ്റർ 5 days. വൈ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് 5 ദിവസം വർക്ക് ചെയ്തു, അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു. ദ റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എക്സ് എലോൺ ഇൻ. ബാക്കി റിമൈനിങ് ഉള്ള വർക്കുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ എക്സ് മാത്രമാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള എന്താണ്? എക്സ് വൈ ഇവരുടെ എഫിഷ്യൻസി നമ്മൾ റേഷ്യോ എന്താണ്? 5:4. റൈറ്റ്. വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 10 days എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ എഫിഷ്യൻസി 5ഉം 4 ആണ്. അപ്പോൾ ഒരു ദിവസത്തെ പറയുന്നത് 9 ആണ്. അപ്പോൾ 10 × 9 അതായത് 90. റൈറ്റ്. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈ എലോൺ സ്റ്റാർട്ട്സ് ദ വർക്ക് ആൻഡ് ലീവ്സ് ആഫ്റ്റർ 5 days. അതായത് വൈ മാത്രം എത്ര ദിവസം വർക്ക് ചെയ്തു? 5 days, 5 ദിവസം വർക്ക് ചെയ്തു. റൈറ്റ്. 5 ദിവസമാണ് ആര്? വൈ വർക്ക് ചെയ്തത്. റൈറ്റ്. 5 ദിവസം. ഒരു ദിവസം അവരുടെ എഫിഷ്യൻസി എത്രയാണ്? വൈയുടെ 4 ആണ്. റൈറ്റ്. ഇവിടെ തന്നിട്ടുണ്ട് 4. അപ്പോൾ 5 × 4 അതായത് 20 വർക്കാണ് ചെയ്തത്. റൈറ്റ്. റിമൈനിങ് എത്രയാണ് വർക്കുള്ളത്? നമ്മൾ പറഞ്ഞു ടോട്ടൽ 90, അതിൽ 20 ചെയ്തു. റിമൈനിങ് വരുന്നത് 90 - 20 അതായത് 70. റൈറ്റ്. അടുത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ദ റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എക്സ് അലോൺ. എക്സ് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ റിമൈൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റിമൈനിങ് വർക്ക് 70 ആണ്. നമ്മുടെ എക്സിൻ്റെ എഫിഷ്യൻസി തന്നെ എത്രയാണ്? 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാം. 70 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ എഫിഷ്യൻസി. റൈറ്റ്. 70 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 14. അതായത് 14 days കൊണ്ട് റിമൈനിങ് വർക്ക് എക്സ് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ റിമൈനിങ് വർക്ക് എക്സ് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്താൽ? 14 ദിവസം. ഓക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് അല്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസിയാണ്. ഒരു 2 സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ്? എക്സും വൈ എന്നീ രണ്ട് വ്യക്തിയുടെ അംശം എന്ന് തരുന്നു. എഫിഷ്യൻസിയുടെ അംശം എന്താ? റൈറ്റ്. X:y = 5:4 എന്ന് തരുന്നു. അടുത്തെന്താണ് പറഞ്ഞിരുന്നത്? രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്യും. റൈറ്റ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസിയെ ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ടോട്ടൽ കിട്ടും 90. അടുത്തതാണ് പറഞ്ഞിരുന്നത് വൈ എന്ന് പറയുന്ന വ്യക്തി 5 ദിവസം ഈ വർക്ക് ചെയ്തു ഒറ്റയ്ക്ക്, എന്നിട്ട് അയാൾ പോകുന്നു. അപ്പോൾ 5 ദിവസം അയാൾ വർക്ക് ചെയ്തു, അയാളുടെ എഫിഷ്യൻസി 4. അപ്പോൾ 5 × 4 20 വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ടോട്ടൽ വർക്ക് 90, അതിൽ നിന്ന് 20 കുറയ്ക്കുക, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 70 കിട്ടും. അതായത് ഇനി റിമൈനിങ് ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ 70 ആണ്.
അടുത്താണ് പറഞ്ഞിട്ടുള്ളത് എക്സ് എലോൺ. എക്സ് ഒറ്റയ്ക്കാണ് റിമൈനിങ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റിമൈനിങ് ഉള്ള വർക്ക് എത്രയാണ്? 70 ഡിവൈഡ് ബൈ എക്സിൻ്റെ എഫിഷ്യൻസി 5. 70 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 14. റൈറ്റ്? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.